നടന്നത് സതീശന്റെ ഒടുക്കത്തെ യാത്രയയപ്പ്. മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് പറയുന്നത് പോലെ നമ്മുടെ വി ഡി സതീശന്റെ തേൻകണി യാത്ര തലസ്ഥാനത്തെത്തിയപ്പോൾ അതിൻ്റെ സകല ഗരിമയും പോകുന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത്. പണ്ടൊക്കെ ഗാന്ധി കുടുംബത്തിലുള്ള ആരെങ്കിലുമൊക്കെ വരിക എന്ന് പറയുമ്പോൾ ആബാലവൃദ്ധ ജനങ്ങളും ഒന്ന് കാണുവാൻ, ഒരു നോക്ക് കാണുവാൻ തടിച്ചുകൂടുമായിരുന്നു. ഇന്ന് രാഹുൽ ഗാന്ധി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ യാതൊരു മൈൻഡുമില്ല ആളുകൾക്ക്. യഥാർത്ഥത്തിൽ ആ വില തന്നെ പോയി എന്ന് വേണം പറയുവാൻ. അതുപോലെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കാണും, ഇതുപോലെ വളരെ സുപ്രധാനമായ, ഓർക്കുക, UDF വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വലിയ പടവയൊരുക്കുന്ന ഒരു സമയമാണ് ഇത്. അതിൻ്റെ മുന്നണി പോരാളിയായ, രാജ്യത്തെ തന്നെ ഏറ്റവും സുപ്രധാന നേതാവായ രാഹുൽ ഗാന്ധി തന്നെ സംസ്ഥാനത്തെ അഭിസംബോധന ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്രകാരമുള്ള ഒരു സുപ്രധാനമായ ഒരു വേദിയിൽ രാഹുൽ ഗാന്ധി ഇന്ന് എങ്ങനെയാണ് വന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. എത്ര ക്യാഷ്വലായിയാണ്. ഒരു ദേശീയ നേതാവ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു 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 രൂപമുണ്ട്. ഇതിനെ എളിമയും എന്നൊക്കെ നമുക്ക് ആരെങ്കിലുമൊക്കെ പറയുവാൻ ശ്രമിക്കുന്നെങ്കിൽ പോലും ഓരോ സ്ഥലത്തും ഓരോ വേദികളിലും ഉണ്ടാകേണ്ടിയിരിക്കുന്ന ചില പ്രോട്ടോക്കോളുകളുണ്ട്. ഇത്രയും സുപ്രധാനമായ ഒരു വേദിയിൽ ഒരു സംസ്ഥാനത്തെ അഭിസംബോധന ചെയ്യാൻ വരുമ്പോൾ ഒരു പഴയ കീറിയ ടീഷർട്ടും ഒരു കാക്കി പാൻറ്റും സ്ലിപ്പറും ഒക്കെ ഇട്ടുകൊണ്ട് വരിക എന്ന് പറയുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശം എന്താണ്? കാരണം അദ്ദേഹത്തിന് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ല. താടിയൊക്കെ ഡ്രസ് ചെയ്യാതെ അലങ്കോലപ്പെട്ട് ഒരു പ്രാകൃത രൂപത്തിൽ ഒരു സ്ലിപ്പറൊക്കെ ഇട്ട് ഒരു ദേശീയ നേതാവ് വരിക എന്ന് പറയുമ്പോൾ അതിനെ എളിമയും ലാളിത്യവുമായി ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അദ്ദേഹത്തിൻ്റെ ആ ബോഡി ലാംഗ്വേജ് തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം ആകെ അസ്വസ്ഥനാണ്, യാതൊരു കോൺഫിഡൻസുമില്ല, അദ്ദേഹത്തിന് യാതൊരു പ്രതീക്ഷയുമില്ല. വൈകുന്നേരം നടക്കാനിറങ്ങുന്ന പോലെ ഒരു കൺട്രി ഷോപ്പിൽ വൈകുന്നേരം ഒരു ചായ കുടിക്കാൻ പോകുന്ന ലാഘവത്തോടു കൂടി അദ്ദേഹം കൈവീശി നടക്കാനിറങ്ങിയതാണ്. ആ രൂപവും ഭാവവും കണ്ടാൽ നമുക്ക് അതാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രസംഗവും ഏതാണ്ട് അതുപോലൊക്കെ തന്നെയായിരുന്നു. സതീശന്റെ തേൻകണി യാത്ര എന്ന് പറയുന്നത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, യഥാർത്ഥത്തിൽ ഇന്നത് ഇദ്ദേഹത്തെ വനവാസത്തിന് അയക്കുവാനുള്ള ഒരു അവസാന യാത്രയയപ്പായിരുന്നു എന്ന് വേണം നമുക്ക് കരുതുവാൻ. ഈ കഴിഞ്ഞ 25 ദിവസം കൊണ്ട് കേരളത്തെ ഉഴുതുമറിച്ചു എന്നൊക്കെ പറയുന്നു. 125 മഹാസമ്മേളനം നടത്തി അവസാനം തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ അതിൻ്റെതായ പഞ്ചില്ലാതെ പോയി. ഓർക്കുക, സംസ്ഥാനത്ത് നിന്നും ഇവരുടെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു മസിൽ ഷോയാണ് ഇന്ന് തലസ്ഥാനത്ത് അരങ്ങേറിയത്. ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും അവിടുത്തെ DCC പ്രസിഡന്റുമാർ നല്ല രീതിയിൽ വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ, പരമാവധി ആളുകളെ ബസ്സിൽ കയറ്റി തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ചിരുന്നുവെങ്കിൽ, ഒരു ജനസാഗരമായിരുന്നുവെങ്കിൽ, നമ്മൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് കണ്ടു, അതല്ലെങ്കിൽ നമ്മുടെ വിജയുടെ ഒരു യാത്ര കണ്ടു, ഒരു ഡ്രോൺ ദൃശ്യമൊക്കെ എടുക്കുമ്പോൾ ജനസാഗരം ഇങ്ങനെ കടല് പോലെ ഇരമ്പി പോകുന്നത് കാണുമ്പോൾ അത് തന്നെ ഒരു സന്ദേശമാണ്. എന്നാൽ ഇന്ന് 2 ലൈൻ പള്ളികളിൽ പ്രദക്ഷിണം പോകുന്നത് പോലെ, അമ്പലങ്ങളിൽ ഉത്സവത്തിന് പോകുന്നത് പോലെ കുറേ ആളുകൾ പോകുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. കാര്യമായ ഒരു ആൾക്കൂട്ടം, ഒരു വൗ ഫാക്ടർ അല്ലെങ്കിൽ ഗംഭീരം എന്നൊന്നും പറയുവാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ആൾക്കൂട്ടം ഇല്ലായിരുന്നു. ഒന്ന് അത്. 2, ഇയാളുടെ കൂടെ നിർത്തിയത് ആരെയാണ്? ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ആയിരക്കണക്കിന് കോടി തട്ടിച്ച തലസ്ഥാന നഗരിൽ തന്നെ ഇന്ന് അദ്ദേഹത്തിന്റെ പേരിൽ എത്ര ഹോസ്പിറ്റലുകളുണ്ട് ബിനാമി പേരിൽ എന്ന് അന്വേഷണം നടത്തുക. അന്വേഷണത്തെ അട്ടിമറിച്ച് നല്ല പിള്ളയുടെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്കറിയാം ഏതൊക്കെ ഹോസ്പിറ്റലുകൾ ബിനാമി പേരിൽ ഇയാൾ മേടിച്ചിട്ടുണ്ട്, നടത്തുന്നുണ്ട്. ഇനി ഒരു അവസരം കിട്ടിയാൽ ഈ കള്ളനായിരിക്കും തിരുവനന്തപുരത്തിന്റെ സ്ഥാനാർത്ഥി എന്ന സന്ദേശം കൊടുത്തുകൊണ്ടാണ് ആ തേൻകണി യാത്ര തിരുവനന്തപുരത്തെ ജനങ്ങൾ വെറുക്കുന്ന ഒരു കളങ്കിതനെ തന്നോട് ചേർത്ത് പിടിച്ച് ഈ കള്ളനായിരിക്കും തിരുവനന്തപുരത്തിന്റെ സ്ഥാനാർത്ഥി എന്ന പ്രഖ്യാപനവുമായി തേൻകണി യാത്ര പോയതോടുകൂടി അതിൻ്റെ നമുക്ക് തന്നെ അറിയാം, ഇതൊരു തേൻകണി യാത്രയാണ്.
അതിൻ്റെ ആ സ്വഭാവം തന്നെ സാധൂകരിക്കുന്ന രീതിയിലുള്ളതായി പോയി ആ ഒരു നടപടി. അതുപോലെ ഇവിടെയുള്ള സതീശന്റെ PR പണം തിന്നുന്ന ചില മാപ്രകൾ വലിയ വായ്ത്താരികൾ വിടുന്നുണ്ടായിരുന്നു. കേരളം ഞെട്ടുന്ന പ്രഖ്യാപനങ്ങൾ വരും, കേരളം കൊടുങ്ങുന്ന പ്രഖ്യാപനം വരും എന്ന തരത്തിൽ. എന്നാൽ ഇന്ന് നടന്ന പ്രസംഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി ആയിക്കോട്ടെ, VD സതീശനായിക്കോട്ടെ, മറ്റേത് നേതാക്കളുമായിക്കോട്ടെ, യാതൊരുവിധ ഹോംവർക്കുമില്ലാതെ ഇവന്മാർ പഴയപടി കഴിഞ്ഞ 60 കൊല്ലം നടത്തിയ ആ സെയിം വായ്ത്താരി തന്നെയാണ്, ആ താളമണി തന്നെയാണ് ഇന്നിവിടെയും നടത്തിയത്. കാരണം യാതൊരു ഗൃഹപാഠവും ഇല്ലാതെ, യാതൊരു കാൽക്കുലേഷനും ഇല്ലാതെ വെറുതെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ കുറെ പ്രഖ്യാപനങ്ങൾ ഇവന്മാർ പറഞ്ഞു. ഏതൊക്കെ 5 പ്രഖ്യാപനങ്ങൾ. ഈ 5 പ്രഖ്യാപനങ്ങളാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഭൂകമ്പം സൃഷ്ടിച്ചതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇത് കേരളമാണ്, ചിന്തിക്കാനറിയാവുന്ന ആളുകളുള്ള നാടാണ്. എന്തൊക്കെയായിരുന്നു നടത്തിയ പ്രഖ്യാപനങ്ങൾ? ഒന്ന്, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഓ, ഇത് കണ്ട് കേരളത്തിലെ സ്ത്രീകളെല്ലാം കമന്നു വീഴും. കാരണം കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുമ്പോൾ വലിയ ഓഫറാണല്ലോ. പക്ഷെ നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഈ കട്ടപ്പുറത്ത് കയറിയ KSRTC ഇപ്പോൾ തന്നെ ഇവന്മാർക്ക് ഇത്രയും സബ്സിഡി കൊടുത്തിട്ടും, ശമ്പളം നഷ്ടത്തിലോടിട്ടും, ഖജനാവിൽ നിന്ന് ഫീഡ് ചെയ്ത് ശമ്പളം സമയത്ത് കൊടുത്തിട്ടും, ഇത്രയും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടും ഈ KSRTC ഇന്നും കട്ടപ്പുറത്താണ്. ഊർജ്ജശ്വാസം വലിച്ചു പോകുന്ന ഒരു വെള്ളാനയാണ് ഈ KSRTC. അപ്രകാരമുള്ള നഷ്ടത്തിലോടുന്ന, നഷ്ടത്തിന്മേൽ നഷ്ടത്തിലോടുന്ന, ഏത് നിമിഷവും പിരിച്ചുവിടാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു ബാധ്യതയായ ഈ വെള്ളാന ഇപ്രകാരം ഒരു അഡീഷണൽ ബർഡനോടുകൂടി ചാർത്തി കൊടുത്താൽ എന്തായിരിക്കും ആ KSRTCയുടെ അവസ്ഥ എന്ന് സാമാന്യ ബോധമുള്ള ജനങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ആ പ്രസ്ഥാനം മുന്നോട്ട് പോകുമോ? അതല്ല എങ്കിൽ ഓക്കെ, ഇവർ റിസോഴ്സ്ഫുൾ ആണെങ്കിൽ ഇവർക്ക് ഒരു അഡീഷണൽ റിസോഴ്സസ്, ഇപ്രകാരം ഒരു അധിക ബാധ്യത ഉണ്ടാകുമ്പോൾ, സ്ത്രീജനങ്ങൾക്ക് ഒരു സൗജന്യ യാത്ര എന്നൊരു ഫെസിലിറ്റി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഇത്രായിരം കോടി രൂപ, ഒരു വർഷം ഇപ്പോൾ ഒരു 10,000 കോടി രൂപയാണ് അവർക്ക് അതിനായി വേണ്ടുന്നതെങ്കിൽ അത് കണ്ടെത്താനുള്ള അഡീഷണൽ റിസോഴ്സസ് ഇവരെങ്ങനെ കണ്ടെത്തും എന്ന് പറഞ്ഞിട്ടില്ല. അതിനർത്ഥം വെറും ഉടായ്പ്, വെറും പൊട്ടത്താപ്പ് കണക്ക് പറഞ്ഞ ആളുകളെ പറ്റിക്കാനുള്ള ഒരു പ്രഹസനമാണെന്ന് നിങ്ങൾ ഇത് മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ തന്നെ 6 ലക്ഷത്തിലധികം രൂപ ആളോഹരി കടമുള്ള ഈ സംസ്ഥാനത്ത് ഇവരെന്ത് റിസോഴ്സസ് ആണ്, അഡീഷണൽ റവന്യൂ കണ്ടെത്തുവാൻ എന്ത് മാർഗമാണ് ഇവർക്കുള്ളത്? അത് പറയുന്നില്ല. അതിനർത്ഥം ഇതുടായ്പാണ്. 2, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാത്രം 1000 രൂപ. കേരളത്തിലുള്ള സകല കോളേജ് വിദ്യാർത്ഥിനികൾക്കും 1000 രൂപ കൊടുക്കുമെന്ന് പറയുന്നു. അന്നേരം ഇവിടെ ആ ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇവരുണ്ടാക്കുകയാണ്. ഇത് ഈ അണ്ണാച്ചിമാരെ കളിപ്പിക്കാനായിട്ട് തമിഴ്നാട്ടിൽ ചെയ്യുന്ന അതേ പണി കേരളത്തിൽ ഇറക്കി നോക്കുകയാണ്. ഒന്ന് ഓർക്കുക, ഇവർ മറ്റൊരു നിയോ സംസ്കാരം കൊണ്ടിരുന്നു, പുതിയ നവയുഗം ഉണ്ടാക്കാൻ പോകുന്നു എന്നൊക്കെ പറയുമ്പോഴും ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഉണ്ടാക്കി. പെൺകുഞ്ഞുങ്ങൾക്ക് മാത്രം എന്താ പ്രത്യേകത? അവർക്ക് മാത്രം പഠിച്ചാൽ മതിയോ? ആൺകുഞ്ഞുങ്ങൾക്ക് പഠിക്കേണ്ടേ? അവർക്ക് സഹായം വേണ്ടേ? അവരുടെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒരുപോലല്ലേ? ഇതിലൂടെ എന്ത് സന്ദേശമാണ് ഈ പുങ്കന്മാർ കേരളത്തിന് നൽകാൻ നോക്കുന്നത്? ഇതും വെറും ഉടായ്പാണ്. ഇതും ജനങ്ങൾ പുച്ഛത്തോടെ തള്ളിക്കളയുന്നതാണ്. ഇപ്പോൾ 1000 രൂപ യാത്രകൾ കൊടുക്കാൻ നോക്കുക. ഇവർ എവിടെ നിന്നിട്ട് ഈ റവന്യൂ കണ്ടെത്തും? 6 ലക്ഷത്തിലധികം കോടി രൂപ കടബാധ്യതയുള്ള, സകല PSUസും നഷ്ടത്തിലോടുന്ന ഈ പ്രസ്ഥാനം ബെവ്കോയും ലോട്ടറിയും അല്ലാതെ ഏതെങ്കിലും ഒരു റവന്യൂ, ഏതാണ്ട് 30% റവന്യൂ വരുന്നത് കള്ള് കച്ചവടത്തിൽ നിന്നും കുലുക്കിക്കൂത്ത് ഈ ലോട്ടറിയിൽ നിന്നാണ്. എന്ത് അഡീഷണൽ റവന്യൂ ഇവർ ഇതിനു വേണ്ടി കണ്ടെത്തും? എവിടെ നിന്ന് ഈ പണം ഇവർ വകയിരുത്തും? അതുപോലെ ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്ന് ഓർക്കുക. ഇപ്പോൾ തന്നെ പെൻഡിങ് ആണ്. ഈ 3000 രൂപ വീതം ക്ഷേമ പെൻഷൻ ഏതാണ്ട് 75 ലക്ഷത്തിലധികം ആളുകൾക്ക് കൊടുക്കേണ്ടുന്ന ഒരു ബാധ്യത എന്ന് പറയുന്നത് നിങ്ങൾ ഓർക്കുക. വെറുതെ ഈ പിണറായി വിജയൻ കാണിച്ച അതേ തെണ്ടിത്തരം, അതേ ബുദ്ധിശൂന്യത ഇവന്മാർ കാണിക്കുകയാണ്. ഇവന്മാരുടെ എവിടുന്നാണ് ഈ പൈസ? ഇനി എന്താണ് ഇവർക്ക് പണയം വെക്കുവാനുള്ളത്? ഇനി സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന സ്ഥലവും ആ കനകക്കുന്നും അല്ലാതെ
വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇവമാറിരുന്നപ്പോൾ ആ കോവളം കൊട്ടാരമൊക്കെ കണ്ടോ? നിസാര വിലയ്ക്ക് സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറി. അതുപോലെ സെക്രട്ടേറിയറ്റും കനകക്കുന്ന് പാലസും അടക്കം ഇവമാർ വിറ്റാൽ പോലും ഒരു മാസം ക്ഷേമ പെൻഷൻ കൊടുക്കുവാൻ ആ പൈസ തികയുമോ? അന്നേരം ഇവരും ആശ്രയിക്കാൻ പോകുന്നത് ഏതെങ്കിലും തരത്തിൽ കടമെടുക്കുക. ഒരു പരിധിയിൽ കൂടുതൽ ഇവർക്ക് കടമെടുക്കുവാൻ കേന്ദ്ര സർക്കാർ അനുവദിക്കുമോ? ആരാണ് അവിടെ ഇരിക്കുന്നത്? കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരാണോ? അല്ല. കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടി ഓരോ സെക്കൻഡും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരാണ് അവിടെ ഇരിക്കുന്നത്. ഇവന്മാരെ ശ്വാസം മുട്ടിക്കത്തില്ലേ? ഇവന്മാർ ഇത്തരത്തിലുള്ള കടമെടുപ്പ് പദ്ധതികളുമായി വരുമ്പോൾ അവിടെ വെട്ടും, പദ്ധതികൾ അവിടെ നിൽക്കും. അന്നേരം ഇത് ഏട്ടിലെ പശു പുല്ല് തിന്നത്തില്ല എന്ന് പറയുന്നത് പോലെ ഈ പ്രഖ്യാപനം വെറും പ്രഖ്യാപനമായി ഒതുങ്ങുമെന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. കാരണം യാതൊരു കാരണവശാലും കടം പോലും എടുത്തും ഈ 3000 രൂപ വീതം 75 ലക്ഷം പേർക്ക് പ്രതിമാസം കൊടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി നടപ്പുള്ള കാര്യമല്ല. അത് ഈ സംസ്ഥാനത്തിന്റെ കടബാധ്യത കൂട്ടും. വീണ്ടും ഒരു 5 വർഷം കഴിയുമ്പോഴത്തേക്കും വീണ്ടും പിണറായി വിജയൻ ഇപ്പോൾ 6 ലക്ഷം കോടിയാണ് ഉണ്ടാക്കി വെച്ചതെങ്കിൽ ഇവന്മാർ ഈ കൊള്ള കഴിച്ചിട്ട് ഇറങ്ങിപ്പോകാൻ നേരം ഒരു 15 ലക്ഷം കോടി കടത്തിലേക്ക് കേരളത്തിന്റെ കടം മാറ്റിയിട്ടാവും ഇവന്മാർ പോകുന്നത്. അതുപോലെ അടുത്തത് നോക്കുക. ഒരു കുടുംബത്തിന് 25 ലക്ഷം ആരോഗ്യ ഇൻഷുറൻസ്. നിലവിൽ ഇവിടെ ചില ആരോഗ്യ മേഖലയിലെ ജനങ്ങൾക്ക് അത്യാവശ്യമായി വേണ്ടുന്ന പാവപ്പെട്ടവന് സാധാരണക്കാരന് ഒരു ഇൻഷുറൻസ് പരിരക്ഷ കൊടുത്തിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ഇൻഷുറൻസ് പരിരക്ഷ എല്ലാം പാളിക്കിടക്കുകയാണ്. അത്തരത്തിലുള്ള ആവിഷ്കരിച്ച സകല ഇൻഷുറൻസ് പദ്ധതികളും മുടങ്ങിക്കിടക്കുകയാണ്. ഈ 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ എന്ന് പറയുന്നത് പോലെ അതും ഇവർ എവിടെ നിന്ന് എടുത്തിട്ടുണ്ടാക്കും? അതിനുള്ള റിസോഴ്സ് എങ്ങനെ കണ്ടെത്തും? അതിനുള്ള ഒരു മോഡസ് ഓപ്പറാൻഡി എന്താണ്? ഇതൊന്നും പറയാതെ ചുമ്മാ തള്ളിമറിഞ്ഞിട്ട് പോകുക എന്ന് പറയുമ്പോൾ ഇവന്മാർ യാതൊരു പ്രിപ്പറേഷനും ഇല്ലാതെ ചുമ്മാ വായ്ത്താളം വിട്ടതാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ ചെറുപ്പക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ. ആര് കൊടുക്കും? ആര് കൊടുക്കും? സതീശന്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊടുക്കുവോ? ഏത് ഓർഗനൈസേഷൻ 5 ലക്ഷം രൂപ വീതം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് സംരംഭങ്ങൾ തുടങ്ങുവാൻ അതിന്റെ മാനദണ്ഡം എന്താണ്? അവർ വ്യക്തമാക്കണം. 5 ലക്ഷം രൂപയ്ക്ക് എന്ത് പ്രസ്ഥാനം തുടങ്ങാൻ? ഒരു മുട്ടക്കോഴി ഫാം പോലും തുടങ്ങാൻ പറ്റുമോ 5 ലക്ഷം രൂപയ്ക്ക്? പലിശരഹിത വായ്പ 5 ലക്ഷം രൂപയ്ക്ക് എന്ത് പ്രസ്ഥാനമാണ് തുടങ്ങാൻ ഇന്ന് പറ്റുന്നത്? സപ്പോസ് ഇപ്പോൾ 5 ലക്ഷം രൂപ വീതം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്തരം ചെറുപ്പക്കാർക്ക് അതിന്റെ മാനദണ്ഡം എന്താണ്? കേരളത്തിലെ എത്ര ലക്ഷം ആളുകൾക്ക് നിങ്ങൾ കൊടുക്കും? അതിനുള്ള ഫിനാൻഷ്യൽ സോഴ്സ്, അതിന്റെ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആരാണ്? ഏത് ബാങ്ക് കൊടുക്കും? പലിശരഹിത വായ്പ ആര് കൊടുക്കും? എന്തിന്റെ അടിസ്ഥാനത്തിൽ കൊടുക്കും? അതിന്റെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്താണ്? അതിന്റെ വയബിലിറ്റി എന്താണ്? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതൊന്നും പറയാതെ ഇപ്രകാരം വെറുതെ വായ്ത്താളം വിട്ട് ജനങ്ങളെ പറ്റിക്കുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ചെറുപ്പക്കാരെ കബളിപ്പിക്കുവാൻ, ചെറുപ്പക്കാരെ ആകർഷിക്കുവാൻ വെറും ഉണ്ടയില്ലാവിടിയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ മുതിർന്ന പൗരന്മാർക്ക് പ്രത്യേക വകുപ്പ്. അതുകൊണ്ട് എന്തുണ്ടാകും? വകുപ്പുണ്ടാകും. ആ വകുപ്പിന് ഇവന്മാരുടെ ഏതെങ്കിലും ഒരു ശിങ്കടിക്ക് വകുപ്പിന്റെ ഒരു അധ്യക്ഷനാകും. അവന് സഞ്ചരിക്കുവാൻ ഏറ്റവും മുന്തിയ ഒരു കാറ് മേടിച്ചു കൊടുക്കും. അവനൊരു സെക്രട്ടേറിയറ്റ് ഉണ്ടാക്കും. അവന് പ്രത്യേകിച്ച ഒരു സംവിധാനങ്ങൾ ഉണ്ടാക്കും. അവന് കുറെ അസിസ്റ്റന്റ്, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരുണ്ടാകും. അങ്ങനെ ഇപ്രകാരം ഒരു വകുപ്പുണ്ടാക്കി 100 കണക്കിന് കോടിയുടെ ഒരു അധിക ബാധ്യത ഉണ്ടാകും എന്നതല്ലാതെ ഇവിടുത്തെ വയോധികർക്ക് നിങ്ങൾ എന്തുണ്ടാക്കും? വയോധികർക്ക് അല്ലെങ്കിൽ ജീവിത സഹായാംഗനത്തിൽ ആരും തുണയില്ലാത്തവരെ പാർപ്പിക്കുവാൻ പറ്റാവുന്ന ഒരു ജീഡിയാട്രിക് സെന്റർ നിങ്ങൾക്ക് പദ്ധതി കൊണ്ടുവരാൻ പറ്റുമോ? അപ്രകാരം പറയാൻ പറ്റുമോ? ഇല്ല. അതല്ലെങ്കിൽ വയോധികർ നേരിടുന്ന ഗാർഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇന്ന കാര്യങ്ങൾ ചെയ്യുന്നു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. കാരണം അതൊക്കെ ബാധ്യതയാണ്, ചെയ്തില്ലെങ്കിൽ പണി വരും. അതുപോലെ വയോധികർക്ക് നിങ്ങൾക്ക് അവരുടെ വാർദ്ധക്യകാലത്തിൽ അവർക്ക് സംരക്ഷണമേകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ക്യാഷ്ലെസ് ട്രീറ്റ്മെന്റ് പദ്ധതികൾ കൊണ്ടുവരാൻ പറ്റുമോ? പറ്റില്ല. ഇത് യാതൊരു രീതിയിലും നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റാത്ത, നമുക്ക് ഒരു തരത്തിലും മെഷർ ചെയ്യാൻ വയ്യാത്ത കുറെ ഉണ്ടയില്ലാവിടികൾ, 5 പ്രഖ്യാപനങ്ങൾ, വമ്പൻ പ്രഖ്യാപനങ്ങൾ, ഞെട്ടിക്കുന്ന പ്രഖ്യാപനങ്ങൾ എന്ന് പറയുന്നത് ഗുണവും മണവുമില്ലാത്ത യാതൊരു തരത്തിലുള്ള
പൊട്ടന്മാരാണെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ഗ്രഹപാഠം ചെയ്യുമായിരുന്നു ഇപ്രകാരം പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ. ഇത് യാതൊരു കാൽക്കുലേഷൻ ഇല്ലാതെ, യാതൊരു മാനദണ്ഡമില്ലാതെ പറയുന്നു. അതുപോലെ പലരും പറഞ്ഞു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ UDFന്റെ അജണ്ട എന്തായിരിക്കും, അതല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന കർമ്മ പദ്ധതികൾ എന്താവും, അതിനെക്കുറിച്ച് ഒരു ബ്രോഷറെങ്കിലും ഇവന്മാർക്ക് ഈ വേദിയിൽ റിലീസ് ചെയ്യുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ ഒരു അന്തസ്സുണ്ടായിരുന്നു. നമുക്ക് പറയാൻ സാധിക്കുമായിരുന്നു ഇവന്മാരെ കൊണ്ട് പറ്റും, ഇവന്മാരെ കൊണ്ട് സാധിക്കത്തില്ല എന്ന് ഞാൻ പറയുവാൻ കാരണം, ഓർക്കുക, ഇന്നീ തേൻകണി യാത്ര സമീപിച്ച തിരുവനന്തപുരത്ത് ഇവന്മാർക്ക് ഒരു DCC പ്രസിഡന്റിനെ ഇവന്മാർക്ക് തിരഞ്ഞെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഉണ്ടോ? അതൊക്കെ പോട്ടെ. എത്ര കൊല്ലം, എത്ര തവണ ഈ സംസ്ഥാനം ഇവർ ഭരിച്ച ഒരു പാർട്ടിയാണ്. ഈ പാർട്ടിക്ക് അന്തസ്സായിട്ട് ഇന്ന് ഇടതുപക്ഷത്തെ പോലെയോ BJP പോലെയോ ഒരു ഓഫീസെങ്കിലും ഈ നാറികൾക്കുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇത്രയും വലിയ ഗീർവാണം അടിച്ച നിയോ മറ്റേ സാധനം ഇവിടെ ഇറക്കും എന്നൊക്കെ പറഞ്ഞ ഈ കേക്കച്ചന് ഇവരോട് ചോദിക്കുവാണ്, ഇവമാർക്ക് ഇരിക്കാൻ അന്തസ്സുള്ള ഒരു ഓഫീസ്, ഒരു കസേരയെങ്കിലും ഇവമാർക്ക് ഉണ്ടാക്കിയിട്ടിട്ടുണ്ടോ? ഇവരുടെ ദേശീയ അധ്യക്ഷൻ എന്ന് പറയുന്ന രാഹുൽ ഗാന്ധി പോലും അറച്ചിട്ട് ഇവമാരുടെ ഇവിടെ വെള്ളയമ്പലത്തുള്ള ഇവമാരുടെ KPCC ആസ്ഥാന മന്ദിരത്തിൽ അറച്ചിട്ട് ആ സ്ഥലത്ത് കയറുവോ? അപ്രകാരം ഒരു ആസ്ഥാന മന്ദിരം പോലും, ഒരു വൃത്തിയുള്ള ഒരു കസേര പോലും ഇല്ലാത്ത ഈ മോന്മാരാണ് കേരളത്തെ ഒലത്താൻ പോകുന്നത് എന്നിന്ന് പ്രഖ്യാപിക്കുന്നത്. ഈ പൊളത്തരം കണ്ടിട്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നത്. ഇവന്മാരാണ് കേരളത്തെ മറ്റൊരു പർദീസയാക്കും എന്ന് പറയുന്നത്. യാതൊരുവിധ കാൽക്കുലേഷൻ ഇല്ല, യാതൊരുവിധ ബോധമില്ല. 10 കൊല്ലം പ്രസവിച്ച് കിടന്നിട്ട് പട്ടിണി കിടന്നിട്ട് ഈ മറ്റേ എച്ചില് കണ്ട അതേ അവസ്ഥയായിരിക്കും ഇവന്മാരെ കയറ്റി വിട്ടാൽ. ഇവന്മാർ മത്സരിച്ച് ജയിലിൽ പോയാലും വേണ്ടത്തില്ല എന്ന് പറഞ്ഞ് മത്സരിച്ച് കട്ടുമുടിക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ തേൻകണിയിൽപ്പെടുത്തി ഈ പറഞ്ഞ പോലെ ഈ അടിപ്പാവാട കഥകളുമായിട്ട് നമ്മളെ പറ്റിച്ച് നടക്കും. എന്തൊക്കെയായിരുന്നു ഏഷ്യനെറ്റിന്റെ ആ ഒരു നാണം കെട്ട റിപ്പോർട്ടർ കമന്ററി പറയുന്നത് കേട്ടാൽ കോൺഗ്രസ്സുകാരുടെ റോഡ് ഷോയുടെ ഒരു കമന്ററേറ്ററാന്ന് തോന്നിപ്പോവും. അയാള് കമലേഷന് വൈകിട്ട് കവറും ജവാന്റെ കുപ്പിയും കിട്ടും എന്ന പ്രതീക്ഷയിൽ അങ്ങ് ഭയങ്കരമായിട്ട് എന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് അങ്ങ് മറിച്ച് കാറി പോയി പോവുക. നാണം ചോദിക്കേണ്ടടാ മാധ്യമപ്രവർത്തകന്മാരെ, ഇതാണോ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? യാതൊരു ഹോംവർക്കും ഇല്ലാതെ, സാധാരണ ഒരു ലേമന് പോലും തോന്നുന്ന ഒരു കോമൻസ് പോലും ഇല്ലാതെ, യാതൊരു പ്ലാനിങ്ങും ഇല്ലാതെ തേൻകണി യാത്ര നടത്തി, അതിന്റെ സമാപനം നടത്തി. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഭരണം ഉറപ്പിച്ചു, 100 പരം സീറ്റും ഞങ്ങൾ ഇവിടെ ഉറപ്പിച്ചു കഴിഞ്ഞു എന്ന്. അതാരുടെ കഴിവ? പിണറായി എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ ഈ ജനങ്ങളെ വെറുപ്പിച്ച് ഭാരിപ്പിച്ച് മൂടിച്ച് ഇവനെ ആളുകൾ കൗണ്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ആ ക്രെഡിറ്റ് കൂടെ ഇവന്റെ കഴിവില്ലായ്മ കൊണ്ടാണെന്ന് ഓർക്കണം. 10 കൊല്ലം ഈ കിഴങ്ങന്മാര് ഓർക്കണം. ഇവൻ പ്രതിപക്ഷത്തിരുന്നിട്ട് ഇവൻ എന്തെങ്കിലും ഇവൻ പിണറായിയുടെ ഇല നക്കി തിന്നാൻ നടന്ന ഇവൻ പിണറായിയുടെ കമ്മീഷൻ മേടിച്ച് നക്കിത്തില്ലെന്ന് ഇവനാണ് ഇന്ന് ഈ വായ്ത്താളം പെട്ടെന്ന് നിങ്ങൾ ഓർക്കണം. എന്നിട്ട് അവൻ അവസാനം പറഞ്ഞു വെച്ചു, ഉപതെരഞ്ഞെടുപ്പ് ജയിച്ചത്, തദ്ദേശ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എല്ലാം എൻ്റെ ഇതാണ്, അതുകൊണ്ട് നമ്മളുണ്ട് എന്ന്. ഓർക്കുക, മിടുമിടുക്കന്മാരായ യുവനേതാക്കന്മാരെ ഒതുക്കി ഈ തേൻകണി സതീശൻ ഇന്ന് ഈ തേൻകണി യാത്രയുടെ സമാപനം ഇന്ന് ഇവിടെ നടക്കുമ്പോൾ ഇതാ അയാളുടെ വടക്കൻ പറവൂർ മണ്ഡലത്തിൽ മറ്റൊരു വെള്ളിടി വീണിരിക്കുകയാണ്. അവിടെ DCC ജനറൽ സെക്രട്ടറിയായ രാജു അദ്ദേഹം AICCക്കും KPCCക്കും എല്ലാം കത്തയച്ചിരിക്കുകയാണ്. പറപ്പൂരിൽ ഇവൻ പെറ്റുകൊടുക്കാൻ തുടങ്ങിയിട്ട് 25 വർഷത്തിലധികമായി, ഇവനെ ഒന്ന് ചുമന്നു മാറ്റൂ, ഞങ്ങളെപ്പോലുള്ള നേതാക്കന്മാരും ഒക്കെ ഇവിടെ ഉണ്ടേ, അതുകൊണ്ട് ഇത്തവണ പറവൂരിൽ ഞാനാണ് മത്സരിക്കുന്നത്, എന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ വിമതനായിട്ട് ഞാൻ പറവൂരിൽ മത്സരിക്കുമെന്ന് പറഞ്ഞ് ഈ ടീം UDF എന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയ ഈ നെട്ടൂരിലെ മണി ചെയിൻ തട്ടിപ്പുകാരന്റെ അവന്റെ തട്ടകത്തിൽ നിന്നിതാ ഒരു വിമതൻ ഉയർന്നു വന്നിരിക്കുകയാണ്. DCC ജനറൽ സെക്രട്ടറി രാജു സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞു, വിമതനായി മത്സരിക്കുമെന്ന്. ഇപ്പോൾ നമുക്ക് അറിയുവാൻ കഴിയുന്നത് ഈ പേടിത്തൂർ സതീശൻ, ഈ നെട്ടൂർ കേക്കച്ചൻ, പറവൂര് എൻ്റെ കുഞ്ഞമ്മയുടെ വകയാണെന്ന് പറഞ്ഞു നിൽക്കുന്ന സതീശൻ പ്രാണരക്ഷാർത്ഥം ഉമാ തോമസിന് നിൽക്കുന്ന ആ മണ്ഡലത്തിൽ തൃക്കാക്കരയിൽ അവിടെ ഏതാണ്ട് 30,000 വോട്ടിനടുത്താണ് ജയിച്ചത്. അതുകൊണ്ട് ഇയാൾ നോക്കുമ്പം അവിടെ നിന്നാൽ
അവിടെയുള്ള കോൺഗ്രസ്സുകാരന്മാരെല്ലാം ഇവരോട് പണിയാൻ വേണ്ടി നിൽക്കുകയാണ്. അതുകൊണ്ട് പ്രാണരക്ഷാർത്ഥം ഓടി ഇയാൾ തൃക്കാക്കരയിൽ പോയി മത്സരിക്കുവാനുള്ള സാധ്യത വളരെയേറെ ഉണ്ട് എന്നാണ് ഞങ്ങൾക്കിപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ട്. കാരണം എന്തുകൊണ്ടാ? ടീം യൂണിഫിലെ അണ്ണന്മാർ, ടീം യൂണിഫിലെ അണികൾ ഇവരിട്ട് അള്ളുവെക്കുമെന്ന് പേടിച്ച് തൃക്കാക്കരയിലേക്ക് കൂടുവിട്ട് കൂടുമാറാൻ ഒരുങ്ങുകയാണ് ഇന്ന് ഈ കേക്കച്ചൻ. അവനാണ് ഇന്ന് ഈ വീരവാദം അടിച്ചത് എന്ന് ഓർക്കുമ്പോഴാണ് നമ്മളെല്ലാം ചിരിച്ചു പോകുന്നത്. യഥാർത്ഥത്തിൽ കേക്കച്ചൻ്റെ പ്രസംഗം നടന്നപ്പോൾ സ്റ്റേജിലുള്ളവരും എല്ലാം ഊറി ഊറി ചിരിക്കുകയായിരുന്നു. താഴെയുള്ളവരെല്ലാം കൂവിയത് അണികൾ ആവേശം കൊണ്ട് കൂവിയതാണ്, ആർപ്പ് വിളിച്ചതാണെന്നാണ് ഇവന്മാർ വരുത്തി തീർത്തത്. പക്ഷേ ഇവൻ്റെ ഈ പ്രസംഗം സഹിക്കവയ്യാഞ്ഞ അണികൾ കൂവിയതാണ് നമ്മൾ യഥാർത്ഥത്തിൽ കേട്ടത്. കാരണം എങ്ങനെ കൂവാതിരിക്കും? അമ്മാതിരി തള്ളാണ് ഈ നുണേശൻ ഇന്ന് നിന്ന് തള്ളിയത്. അന്നേരം അതുകൊണ്ട് പ്രിയമുള്ളവരെ ഞാൻ പറഞ്ഞു വരുന്നതാണ്, ഇന്ന് നടന്നത് പുതുയുഗ യാത്രയല്ല, തേൻകണി യാത്രയുടെ സമാപനമായിരുന്നു. ഈ തേൻകണി യാത്രയുടെ സമാപനം എന്ന് പറയുമ്പോൾ ഇവനെ വനവാസത്തിന് അയക്കുവാനുള്ള ആ യാത്രയെപ്പായിരുന്നു ഇന്ന് നടന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയുവാനുള്ളത്. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.